ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ് ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു ബാഗാണിത്. അതായത് പ്രസ് ബട്ടണൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സ്ലിംഗ് ബാഗാണിത്. അപ്പോൾ ഇത് ഏത് യാണ് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് കോഡിൻ്റെ കയറിൻ്റെ ഒരു പാറ്റേണൊക്കെ കണ്ടോ, ഒരു ഡിഫറെൻറ്റ് പാറ്റേണൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗ് അത്യാവശ്യം സ്പേസസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൈഡഡ് യാൺസിൻ്റെ മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 100% പോളിസ്റ്റർ യാണാണ്. വെയിറ്റ് വരുന്നത് 250 ഗ്രാമാണ്. അതുപോലെ 350 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 3mm ഹുക്ക് സെറ്റും 3mm ആയാലും 3.5 ആയാലും കുഴപ്പമില്ല. അതുപോലെ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും സിസേഴ്സുമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. റണ്ണിങ് ആണിനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 51 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമുക്ക് 51 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ 51 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏത് യാണ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ ഈ ഒരു യാണ് ആയതുകൊണ്ട്, ഇത് വലിയ കട്ടിയുള്ള യാണായതുകൊണ്ട് 51 ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളെ കയ്യിൽ നോർമൽ ആക്രിലിക് ആണോ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രയാണോ ബാഗിൻ്റെ ഇങ്ങനെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചെയിൻ സ്റ്റിച്ചിൽ ചെറുതും വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ചെറിയ സൈസ് ബാഗാണ് ബാഗ് ചെയ്യുക, വലിയ സൈസാണ് വലിയ സൈസ് ചെയ്യുക. ഇത് നമ്മളൊരു 18 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഈ ഒരു ബാഗ് ഉണ്ടാവുക. അപ്പോൾ ഈ ബാഗിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാവും. 7 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരിക. ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ 7 ഇഞ്ചിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരിക. വിടുത്ത് പിന്നെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ യാണോവർ ചെയ്യാം. യാണോവർ അല്ല, സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇത് നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യും. ഈ ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. 1 സെക്കൻഡ് 1ലും നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 തേർഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ തേർഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 4 5 6. നമ്മളിവിടെ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് യാണോവർ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഫ് DC ചെയ്യാണ്. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട്, ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കൗണ്ട് ചെയ്ത് വെക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ
3 ലൂപ്പ് കിട്ടും. ഞാൻ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാൻ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ടോട്ടൽ നമ്മൾ 14 പിന്നെ DC ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് വണ്ണിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫോർത്ത് വണ്ണിലും നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫിഫ്ത്ത് വണ്ണിലും നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഈ 14ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ DC ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എത്തുന്ന വരെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 14 ഹാഫ് DC ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 13 സ്റ്റിച്ചിലും DC ചെയ്തു. ഇനി ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 14ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 14 സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് DC ആണ് ചെയ്യുന്നത്. ഹാഫ് DC ചെയ്യാനായിട്ട് yarn over ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഹാഫ് DC കിട്ടി. ഈ ഹാഫ് DCയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ചെയ്ത സ്റ്റിച്ചിൽ ഒരു മാർക്കർ വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത 6 ചെയിനിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ഫോർത്ത് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4 ഫിഫ്ത്ത് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5 സിക്സ്ത് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹാഫ് DC ആണ് ചെയ്യുന്നത്. yarn over ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇവിടെയും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഹാഫ് DCൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്യാം. 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. yarn over ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി തൊട്ടടുത്ത ചെയിനിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഇതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുക. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് DC ചെയ്യുക. yarn over ചെയ്യുക, തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക.
അപ്പോൾ നമുക്കൊരു ഹാഫ് ഡി സി കിട്ടി. ഈ ഹാഫ് ഡി സിയിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ബാലൻസ് 6 സ്റ്റിച്ചസ് ഉണ്ടാവും. ആ 6 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാണോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 സെക്കൻഡ് 1ലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 തേർഡ് 1ലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ഫോർത്ത് 1ലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4 ഫിഫ്ത്ത് 1ലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5 സിക്സ്ത് 1 നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ കിട്ടുക. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ 6 എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഫസ്റ്റ് ഒരു ഹാഫ് ഡി സി ചെയ്തു, അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു, 14 ഡി സി ചെയ്തു, അതിന് ശേഷം ഒരു ഹാഫ് ഡി സി ചെയ്തു, അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു, 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഒരു ഹാഫ് ഡി സി ചെയ്തു, അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു, 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും ഒരു ഹാഫ് ഡി സി ചെയ്തു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഹാഫ് ഡി സി ചെയ്ത് 4 ഭാഗത്താണ് നമ്മൾ ഹാഫ് ഡി സി ചെയ്യുന്നത്. ആ ഹാഫ് ഡി സിയിലൊക്കെ നമ്മൾ സ്റ്റിച്ച് മാർക്കറും വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്ന 6 സ്റ്റിച്ചിലും 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, നമ്മളെ വർക്ക് ടേൺ ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിതാ ഇതുവരെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ വർക്ക് ഇങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, ഈ ചെയിൻ പോലെ നമുക്ക് കിട്ടും. ഇതിൽ ഈ ഫസ്റ്റ് വരുന്ന ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്നും സെക്കൻഡ് വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്നും പറയും. അപ്പോൾ ഇനി നമ്മൾ ഈ ബാക്ക് ലൂപ്പിലാണ് ഇനി എല്ലാ വർക്കുകളും ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇനിയുള്ള എല്ലാ റൗണ്ടിലും നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ കാണുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും 2 ലൂപ്പ് ചേർന്നതാണ് നമുക്കൊരു പിന്നെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതിൽ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന രൂപം നമ്മൾ ഫ്രണ്ട് സൈഡിൽ വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇനി സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ആണോ ചെയ്യുക, ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചതുകൊണ്ട് സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. ഞാനോ ചെയ്യാം, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യാം. 3 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 2 ലൂപ്പ് കിട്ടും, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ആണോ ചെയ്യുക, തൊട്ടടുത്ത ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 4 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോ ചെയ്ത് ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ചെയ്യുമ്പം ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കാണും. ഈ ചെയിൻസിലെ ബാക്കിലെ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്റ്റിച്ച് മാർക്കർ തൊട്ടിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ വരെ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ച് മാർക്കറിലും ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. അങ്ങനത്തെ നോട്ടുകളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. തെറ്റിപ്പോവാനുള്ള ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് തെറ്റാതെ കിട്ടും.
അങ്ങനെ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമുക്കവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെ 6 സ്റ്റിച്ച് ഉണ്ടാവും. 6 സ്റ്റിച്ചിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, തേർഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഫോർത്ത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് വണ്ണും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരുപാട് കുഞ്ഞു മക്കൾസ് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും ബിഗിനേഴ്സിനും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ തെറ്റാതെ കിട്ടും. അതിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എല്ലാ സ്റ്റിച്ച് മാർക്കറിലും നമ്മൾ ഹാഫ് DC ആണ് ചെയ്യുന്നത്. അതൊന്ന് മൈൻഡിൽ വെക്കുക. yarn over ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു ചെയിനിൽ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് yarn over ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമുക്കവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളറിയാണോ ഒക്കെ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് തിരിച്ചു വരാം. അതുവരെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിനും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഹാഫ് DC ആണ് ചെയ്യുക. yarn over ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ ഒരു സ്പേസിൽ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹാഫ് DC ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറക്കരുത്. നമുക്ക് സ്റ്റിച്ചസ് പിന്നെ കൗണ്ട് ചെയ്ത് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. 1 സെക്കൻഡ് 1ലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അക്രിലിക് യാണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഭയങ്കര കട്ടിയുള്ള ഒരു യാണാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പം അത് ഒരു ഭംഗിയാണ്. പക്ഷെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെയ്യാൻ സ്റ്റിച്ചസൊക്കെ വലിച്ചെടുക്കാനൊക്കെ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് DC ചെയ്തു, അല്ല ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യുക. നമ്മൾ വർക്കിന് ഈ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്തത്, സെക്കൻഡ് റൗണ്ട് ചെയ്തു. തേർഡ് റൗണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്ത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എല്ലാ സ്റ്റിച്ചും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഈ ഒരു പാറ്റേണേ മാറിപ്പോകും കേട്ടോ. സാധാരണ നോർമൽ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ പാറ്റേൺ നമുക്ക് കറക്റ്റ് കിട്ടൂല. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ ബാക്ക് ലൂപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഇതുവരെ ചെയ്യുക. ഇതിൽ നമ്മൾ ഹാഫ് DC ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടുന്ന് DC ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിൽ ഹാഫ് DC ചെയ്യുക. പിന്നെ ബാക്കി 6 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ ഹാഫ് DC ചെയ്യുക. വീണ്ടും 14 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കറിൽ ഹാഫ് DC ചെയ്യുക. പിന്നെ നമുക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അങ്ങനെ ഇത് നമുക്ക് ഇപ്പോൾ
ഇപ്പോൾ 2 റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വിടുത്ത് വേണ്ടത് ഇതാണ് ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിടുത്താണ് വേണ്ടത്. വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിവിടെ കുറച്ച് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5 ഇഞ്ചും ഈ ഒരു വിടുത്ത് വന്നത് 8 ഇഞ്ച്, പക്ഷേ കൂടും കേട്ടോ. 10 ഇഞ്ചിൻ്റെ ഒക്കെ അടുത്ത് വരും ഇങ്ങനെ വലിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ 8 ഇഞ്ച്. അതുപോലെ ഇവിടെ 6 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. ഇവിടെ നമുക്ക് 5 ഇഞ്ച്. ഇങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ് വീതി കിട്ടിയിട്ടുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച് ഉണ്ട് കേട്ടോ. ലെങ്ത്ത് 15 ഇഞ്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇതങ്ങനെയുള്ളൊരു ഇത്ര ഒരു വലിപ്പത്തിലുള്ള ബാഗാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുക. നോക്കുമ്പോൾ നമുക്കിതാ അതിൻ്റെ വിടുത്ത് ഇങ്ങനെ വരുമ്പോൾ 10 ഇഞ്ചിൻ്റെ അടുത്ത് വിടുത്തുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര മതിയെങ്കിൽ ഈ ഒരു ഇതിൽ നിർത്താം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മളിതാ ഇതിങ്ങനെ ഏതാണോ നല്ല ഭാഗം, രണ്ടും നല്ല ഭാഗം തന്നെയാണ്, ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇതാ ഇവിടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്യണ്ട കേട്ടോ. ചെയിൻ 1 ഞാൻ ചെയ്തത് റിമൂവ് ചെയ്തു. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഫസ്റ്റ് ചെയിനിലേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് yarn over ചെയ്യുക. ഈ 2 പീസിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു 2 ലൂപ്പ് കിട്ടും. ഹുക്കിൽ yarn over ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതാ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ടാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം അടുത്ത പീസിലും ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്യുക. yarn over ചെയ്യുക. ഈ 2 പീസിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത പീസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഈ റൗണ്ട് മുഴുവൻ ഈ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ഇതാണ്. ഇവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് നിർത്താനുള്ളത്. അതുവരെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും നമ്മൾ ചെയ്തു. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമുക്ക് yarn കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം yarn വലിച്ച് ടൈറ്റ് ആക്കുക. അതിന് ശേഷം നമുക്കിതാ ഈ ഒരു yarn ഇങ്ങനെ ഒന്ന് ഒരു ഊരി പോവാതെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലൂടെ ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യുക കേട്ടോ. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് വരുന്ന yarn കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ ഭാഗത്തും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഉള്ളിൽ കൂടി മുകളിലേക്ക് എടുക്കുക.
എന്നിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് എടുത്തിട്ട് ചെയിൻ 1 ചെയ്യാം. അല്ലാതെ നമ്മൾ അവിടുന്ന് തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. നമ്മളിതാ അങ്ങനെ ഫ്രണ്ടിലേക്ക് മറിച്ച് വെച്ച് കൊടുത്താൽ ഈ ഒരു യാണ് നമുക്കിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ബാഗ് ഉണ്ടാവുക. നല്ല ഉള്ളിലൊക്കെ നല്ല സ്പേസസ് ഉണ്ട്. നല്ല ഈ ഒരു യാണ് വെച്ച് ചെയ്തുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ലോക്ക് വെച്ചിട്ട് പ്രസ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ നിന്നോളൂ. പിന്നെ നമുക്കിതിൻ്റെ ഈ കോഡ് ഒന്ന് ചെയ്തിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കതിൻ്റെ സ്ലിങ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. വീണ്ടും സെയിം സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് മുന്നേ ഈ ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്ത് 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ 1 2 ചെയിൻ 2 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലാണ് 2 ചെയിൻ കഴിഞ്ഞിട്ട് ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ഈ 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഉണ്ടാവുക. വീണ്ടും നമ്മളിതാ 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. ഈ യാൺ ഓവർ ചെയ്ത് 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഹുക്കിൽ ഈ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക.
ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലിംഗ് ബാഗ് ചെയ്യാൻ ഇത് നമുക്കിങ്ങനെ ചെറിയ യാണ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഇതിപ്പോൾ കട്ടിയുള്ള യാണായതുകൊണ്ടാണ് ഈ ഒരു വീതി വരുന്നത്. നൈസ് യാണ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എത്ര 36 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മളിതാ ഇവിടെ കയറ് റെഡി ആയിട്ടുണ്ട്, ഇതിൻ്റെ കോഡ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു സെൻറ്റർ നോക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം, അവിടെ നോക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു യാണ് ഇതാ കോഡിൻ്റെ കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ടുണ്ടല്ലോ, ആ യാണും ഇങ്ങോട്ട് വലിച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് വലിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതാ ഇവിടുന്ന് ബാക്ക് സൈഡിലേക്ക് തന്നെ യാണിനെ വലിക്കുക. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് യാണിനെ വലിച്ചു കൊടുക്കാം. നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ കോഡ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്ക് സൈഡിലേക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതിപ്പോൾ ഈ ഒരു യാണായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നോർമൽ യാണ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ നോക്കുക, വലിച്ചു നോക്കുക ടൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ബാക്ക് സൈഡിലേക്ക് ഈ യാണിനെ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. എന്നിട്ട് നോക്കുക കേട്ടോ അത് ലോക്കായിട്ടുണ്ടോ എന്ന്. ഇതിവിടെ ലോക്കായി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഇതാ ഈ ഒരു ഭാഗത്തേക്കും കൂടി എടുത്തിട്ട് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഒരു പോളിസ്റ്റർ ആയതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് ഉരുക്കി കൊടുത്താൽ അതവിടെ ടൈറ്റിൽ നിന്നോളൂ കേട്ടോ. സിഗർ ലൈറ്റ് എന്തെങ്കിലും ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കയറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ കറക്റ്റ് പിടിച്ചു കൊടുക്കാം. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു യാണ് കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിൽ എടുക്കണേ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലുപ്പത്തിൽ എടുക്കണേ. എന്നിട്ടിത് നമുക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് നോട്ടിട്ട് കൊടുക്കാം. എനിക്ക് അത്ര വലുപ്പമില്ലാത്തതുകൊണ്ട് ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നൂലിനെ ഞാൻ സ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗമാക്കി എന്നിട്ട് അതൊന്നിങ്ങനെ കെട്ടി കൊടുക്കാം. ഈ യാണ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഞാനിത് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതാക്കുന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണിത്. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം. അതങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുന്നുണ്ടോ. നമുക്ക്
അത്യാവശ്യം നമ്മളെ സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് കൊള്ളും ചെയ്യും കേട്ടോ. നമുക്കിതാ ഈ ഒരു പ്രസ് ബട്ടന് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് സെൻറ്റർ നോക്കുക. എന്നിട്ട് അതിൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സെൻറ്ററാണോ നോക്കുക കേട്ടോ. അത് സെൻറ്ററല്ല. ഇതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും സെയിം ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ പ്രസ് ബട്ടണും നമ്മളിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിൽ നമുക്ക് അത്ര അങ്ങനെ ഹോൾസ് ഒന്നും വരുമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തിട്ടാലും ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ലൈനിങ് വെക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.